والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിനത്തിലാണ് ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. ഓരോ ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശം ചെറിയ കുടുംബമാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മഹദിയാകുന്ന ഹാജറ ബിബി റളിയല്ലാഹു തആല അൻഹയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ത്യാഗതർഭരമായ ജീവിതത്തിന്റെ സന്ദേശമാണ് പ്രിയമുള്ള വിശ്വാസികൾ ഓരോ ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശം. ലക്ഷക്കണക്കിന് കോടിക്കണക്കാന ജനങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് മക്കയിലേക്കും മദീനയിലേക്കും എല്ലാ വർഷവും കടന്നു പോകുന്നത് ഈ ചെറിയൊരു കുടുംബത്തിന്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും സ്മരണ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ അയവിറക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത് വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന് ശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ളവർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗദുർഭരമായ ജീവിതമാണ് നമുക്ക് ഓരോ സ്മരണയും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാന്മാർ നമ്മെ രേഖപ്പെടുത്തുന്നത് കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ പുതുക്കാനുള്ള ഒന്നാമത് കാരണം, 4 കാരണങ്ങളാണ് മഹാന്മാർ പറയുന്നത്. ഒന്ന് അൽ ഈമാൻ, അചഞ്ചലമായ ഈമാനാണ് പ്രിയപ്പെട്ടവരെ. തന്റെ സമൂഹം, തന്റെ കൂട്ടുകാരും, തന്റെ കുടുംബക്കാരും, തന്റെ പിതാവും ഇവരെല്ലാവരും എതിർത്തു, ഒറ്റക്കെട്ടായി എല്ലാവരും എതിർത്ത് ഒറ്റപ്പെടുത്തിയപ്പോഴും അചഞ്ചലമായ ഈമാനിൽ അടിയുറച്ചിരുന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പതറാതെ അടിയുറച്ചിരുന്നു എന്നതാണ് എന്റെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ നിങ്ങളും ഓരോ വർഷവും സ്മരിക്കാനുള്ള കാരണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ആദ്യമായി വേണ്ടത് ആ ഈമാനാണ്. ഈമാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് അമൽ ചെയ്തിട്ടും, എത്ര നിസ്കരിച്ചിട്ടോ, എത്ര ഇബാദത്തുകൾ എടുത്തിട്ടോ ഒന്നും കാര്യമില്ല. അടിസ്ഥാനമാകുന്ന ഫൗണ്ടേഷൻ ആകുന്ന ഈമാൻ ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമൽ കൊണ്ടും കാര്യമില്ല. എല്ലാം ഹബാൻ മൻസൂറ, വാരി വിതറപ്പെട്ട ധൂളങ്ങളെ പോലെ എല്ലാം പാറിപ്പോകുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടത് ഈമാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ കുടുംബക്കാരൻ, തന്റെ പിതാവ്, തന്റെ കൂട്ടുകാര്, സമൂഹം മൊത്തം ഒന്നടങ്കം എതിർത്തു. നീ പേച്ചവനാണ് എന്ന് പറഞ്ഞപ്പോഴും ഏകനായ അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ അടിയുറച്ചിരുന്നു എന്നതാണ് ഒന്നാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ സ്മരിക്കുന്നത്. രണ്ടാമത് ഒരു പരീക്ഷണങ്ങളിലും പതറാതെ അടിയുറച്ചിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം കണ്ടപ്പോൾ, ഈമാനിൽ അടിയുറച്ച ഈ ജീവിതം കണ്ടപ്പോൾ അന്നത്തെ